ശ്രീ പളനിയപ്പൻ ചിദംബരം. കൊടിയുടെ നിറം നോക്കി മാത്രം ക്രൈസ്തവർ കൂടെ നിൽക്കുന്ന കാലം കഴിഞ്ഞു. യുവാക്കളെയും യുവതികളെയും ഭയപ്പെടുത്താൻ ഹിന്ദു വർഗീയവാദികൾ കണ്ടെത്തിയ രാക്ഷസനായിരുന്നു ലവ് ജിഹാദ്. നാർക്കോട്ടിക് ജിഹാദാണ് പുതിയ രാക്ഷസൻ. അതിന്റെ സൃഷ്ടികർത്താവ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ പോലെ ഒരു ബിഷപ്പായതിൽ എനിക്കും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും വേദനയുണ്ട്. ലവ് ജിഹാദിലൂടെ പെൺമക്കൾ നഷ്ടപ്പെട്ടതിൽ വേദനിക്കുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളെ അധിക്ഷേപിക്കുന്ന പി ചിദംബരം എന്ന കോൺഗ്രസ് നേതാവിന്റെ ലേഖനത്തിലെ വാക്കുകളാണിത്. ഒരു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു നേതാവാണ് പി ചിദംബരം. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് വിഷയങ്ങളിൽ പാലാ രൂപതാ ബിഷപ്പ് ഉയർത്തിയ വിഷയങ്ങളിൽ കഴമ്പുണ്ടോ എന്നത് അദ്ദേഹത്തിന് വിഷയമല്ല. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തൽ തീവ്രമായി നടക്കുന്നു എന്നതിന് ദിനംപ്രതി എത്രയോ തെളിവുകൾ. കൂടാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വർദ്ധിക്കുന്നു. ഇതുവരെ കാണാത്ത വിധത്തിൽ നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ വ്യാപകമാകുന്നതും സുബോധം നഷ്ടപ്പെട്ട് തലമുറകൾ നശിക്കുന്നതും ചിദംബരത്തിന് പ്രശ്നമല്ല. ഈ പേരിൽ ക്രിസ്ത്യാനികൾ BJPയിൽ പോകുമോ എന്നത് മാത്രമേ ഇയാൾക്ക് പ്രശ്നമുള്ളൂ. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ച് പ്രതികരിക്കാൻ അറിയാത്ത ഒരു പറ്റം നേതാക്കന്മാരാണ് കേരളത്തിലും അവരുടെ പതനത്തിന് ആക്കം കൂട്ടുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ ഹിന്ദു വർഗീയവാദികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്നത് ശുദ്ധ വിവരക്കേടാണ് മിസ്റ്റർ ചിദംബരം. സംഘടിതമായ നിലയിലുള്ള ലഹരി വ്യാപനം എന്ന രാക്ഷസനെയാണ് മലയാളി സമൂഹം ഒന്നടങ്കം നേരിടുന്നത്. ആനുകാലിക വിഷയങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ആരോഗ്യപരമായ രാഷ്ട്രീയ ബോധമില്ലാതെ കൊടിയുടെ നിറം നോക്കി കൂടെ നിൽക്കുന്ന കാലം കഴിഞ്ഞുപോയി ശ്രീ പളനിയപ്പൻ ചിദംബരം. രാഷ്ട്രീയ പക്വതയുള്ള ക്രൈസ്തവർ യുക്തമായ തീരുമാനങ്ങൾ ഓരോ കാലഘട്ടത്തിനും യോജിച്ച രീതിയിൽ കൈകൊള്ളും. അതിൽ വിളറിപൂണ്ട് ക്രൈസ്തവരെ ആക്ഷേപിക്കാതെ സ്വന്തം പാർട്ടിയുടെ തെറ്റായ നിലപാടുകളെ തിരുത്താൻ ശ്രമിക്കുകയല്ലേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ചെയ്യേണ്ടത്.